ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേകവരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. അതെ, കൂശ്യരും ലൂബ്യരും അടങ്ങുന്ന ഒരു മഹാസൈന്യം. അവർക്ക് രഥങ്ങളുണ്ടായിരുന്നു, കുതിരച്ചേകവരുണ്ടായിരുന്നു. അവരൊരു മഹാസൈന്യമായിരുന്നു. എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. വാത്സല്യ ദൈവകുഞ്ഞെ, ഇന്ന് പ്രഭാതത്തിൽ ഈ വചനവുമായി നാം ദൈവപാദപീഠത്തിങ്കൽ കടന്നു വരുമ്പോൾ, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിത പശ്ചാത്തലങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, കൂശ്യരെപ്പോലെയും ലൂബ്യരെപ്പോലെയും അനവധി രഥങ്ങളോടുകൂടിയവരുമായ ഒരു മഹാസൈന്യം നിനക്കെതിരായി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പശ്ചാത്തലമാണോ നിൻ്റെ ജീവിത പശ്ചാത്തലം? എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഞാൻ പറയുന്നു, നീ യഹോവയിൽ ആശ്രയിച്ചാൽ ഈ കൂശ്യരെയും ലൂബ്യരെയും മഹാസൈന്യത്തെ മുഴുവനായും നിന്റെ കരങ്ങളിൽ ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ്. നീ യഹോവയിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുമോ? പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറുകയല്ല വേണ്ടത്. പ്രതിസന്ധികളെ കണ്ട് വാവിട്ട് നിലവിളിക്കുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാൻ നീ ഒന്ന് മനസ്സ് വെച്ചാൽ, എത്ര ശക്തന്മാരായ ശത്രുക്കളാണെങ്കിലും, എത്ര ശക്തമായ പ്രതികൂലമാണെങ്കിലും, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവജനത്തിൻ്റെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, അവയെല്ലാം നിന്നെ തമ്പുരാൻ ഏൽപ്പിക്കുവാനിടയായിത്തീരും. അവർ നിന്റെ കയ്യാൽ തോറ്റു തുന്നം പാടുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ദൈവകുഞ്ഞെ, കടഭാരത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ശാപവാക്കുകളുടെയും ഒക്കെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറയുകയാണ്, നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് നിന്റെ ക്വാളിറ്റി നീ യഹോവയിൽ ആശ്രയിക്കുന്നവനാണ് എന്നതായി മാറട്ടെ. നീ യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ, യഹോവയായ ദൈവം, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാനിടയായിത്തീരും. വാത്സല്യ ദൈവകുഞ്ഞെ, ഈ പ്രഭാതത്തിൽ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പിക്കുവാൻ, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വാ. നിന്റെ സകല പ്രതികൂലങ്ങൾക്കും, നിന്റെ സകലവിധമായ കഷ്ടതകൾക്കും ദൈവം നിനക്ക് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് പോലെ, നീ യഹോവയിൽ ആശ്രയിച്ചിരിക്കൊണ്ട് അവരെ നിന്റെ കയ്യിൽ തമ്പുരാൻ ഏൽപ്പിക്കുവാനിടയായി തീരും. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ഉത്തമ ദൈവപൈതൽ എന്നുള്ള നിലവാരത്തിലേക്ക് മാറുവാൻ നീ തയ്യാറായാൽ, കുഞ്ഞെ, നീ ലജ്ജിച്ചു പോകാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. നീ നാണം കെട്ടുപോകാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണ്ടി അവനൊരു വഴി തുറക്കുവാനിടയായി തീരും. നിനക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ അവൻ തുറന്നു തരുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കഷ്ടതയുടെ കയ്പ് നീര് കുടിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ജീവിതത്തെ ശപിക്കുന്നവളാണോ നീ? എന്നാൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ ആശ്രയിക്കുക. യേശുവിൽ ആശ്രയിക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ ശത്രു എത്ര വലിയവനായാലും അവനെ പരാജയപ്പെടുത്താനുള്ള ദൈവകൃപ നിന്റെ മേൽ അഭിഷേകമായി പകരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നീ തയ്യാറാകുക.
അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വാത്സല്യ ദൈവമക്കളെ, എൻ്റെ ദൈവവചനത്തിൻ്റെ ശ്രോതാക്കളായ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അനുഭവം ഏത് സാഹചര്യമായിരുന്നാലും ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ നീ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, കൂശരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേകവരോടും കൂടിയ ഒരു മഹാസൈന്യം എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ഞാൻ യഹോവയുടെ ദൈവം മകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാനിടയായി തീരും. നിന്റെ കണ്ണുനീര് കാണാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ, നിന്നെ ശപിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെക്കുറിച്ച് ശാപവാക്കുകൾ പറയുന്നവരുടെ മുമ്പിൽ, നിന്നെക്കുറിച്ച് ഇല്ലായ്മകൾ പറയുന്നവരുടെ മുൻപിൽ പരാജയപ്പെടാതെ ജയശ്രീലാളിതനായി വിജയഭേരി മുഴക്കുവാൻ സ്വർഗം നിനക്ക് അവസരത്തെ നൽകുവാനിടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൽ തന്നെ ആശ്രയിക്കുന്നവരായി തീരാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.